ഹായ് ഹലോ നമസ്കാരം. ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യക്കൂട്ടം വരും. ആദ്യക്കൂട്ടം പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുണ്ണിയല്ലേ. ഞാൻ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിള്ളേർ വീട്ടിലിരുന്ന് ഭയങ്കര ബഹളമാണ്. അപ്പം ഞങ്ങളത് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ആനിമോൾ ആദ്യക്കൂട്ടിനെ കൊണ്ടുപോവാ. ഓടി വരുന്നത് ഉണ്ടോ മൂന്നാളും. ചെറിയതിനെ ഇപ്പം ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറക്കണത്. ഇങ്ങനെ റോട്ടിലേക്ക് അങ്ങനെ ഇറക്കാറില്ല അവനെ. ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ അകത്തേക്ക് തിരിച്ചു കയറ്റാൻ ഭയങ്കര പാടാണ്. നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരു ആൻറ്റീനെ കണ്ടപ്പോൾ അവരോട് സ്റ്റക്കായി. അപ്പോൾ ആൻറ്റി വർത്താനം പറയണം. ആൻറ്റി വിളക്ക് വയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവർ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ഇവരെ നോക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ടി വി നമ്മൾ കംപ്ലീറ്റ്ലി നിർത്തിയല്ലോ. അപ്പോൾ വാശി കൂടുതലായപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. എനിക്കിന്ന് ഓഫീസിൽ നിന്ന് നമ്മുടെ ബോസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അമ്മ മൂന്നാളെയും കൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവർക്കൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പിള്ളേരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവരൊന്നും ഉദ്ദേശിച്ചത് ഇപ്പം നാത്തൂനുണ്ട് വീട്ടിൽ. അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അവർക്കും വേണ്ടി ഒരു റെസ്റ്റൊക്കെ. ഇവരും മൂന്ന് പേരും ഭയങ്കര ബഹളമായിരുന്നു എടുക്കാൻ പറഞ്ഞിട്ട്. ചെറുതാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ആദ്യക്കൂട്ടനെ എളുപ്പമല്ല. ഇപ്പോൾ ഭയങ്കര കരച്ചിലും വാശിയാണ്. ഉണ്ണിയാണ് ഭയങ്കര പ്രശ്നം ഇവരെക്കാൾ. ഇപ്പോൾ ഉണ്ണി 24 മണിക്കൂർ എടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള വാശിയാണ്. ആദ്യക്കുട്ടാ ഇന്ന് എങ്ങോട്ടാ പോണേ? ആദ്യമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങണേ. അതിൻ്റെ ചെക്കൻ അതിൻ്റെ കൗതുകമാണ്. ഓടിക്കൊണ്ടിരിക്കുക. അകത്താണെങ്കിൽ ഇങ്ങനെ നടക്കില്ല, എടുത്തോണ്ടിരിക്കണം. പിള്ളേരെ പുറത്ത് കണ്ടപ്പോൾ നമ്മുടെ നൈബേഴ്സൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയണതൊക്കെയാണ് കേട്ടോണ്ടിരിക്കണേ. ഇത് നമ്മുടെ അടുത്തുള്ളൊരു വീടാണ്. ഇവിടെ കണ്ടോ നിറയെ പ്ലാന്റ്സ് ആണ്. ഫ്രീന ചേച്ചി ഇരിക്കണ്ടോ നോക്കിയാൽ. ഫ്രീന ചേച്ചി ജോക്കുട്ടിനെ അനുമോളെയും മൂത്തവരെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഫ്രീന കുറേ ടൈം വന്ന് പിള്ളേരെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. മോനേക്കാളും മോളാണ് അവളായിട്ട് കൂടുതൽ അടുപ്പം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ സമയത്തും അതുപോലെ എൻ്റെ അപ്പച്ചന് സുഖമില്ലാതിരുന്ന സമയത്തൊക്കെ നമ്മുടെ നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹായമാണ്. ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ 2 പിള്ളേരും എനിക്ക് സിസേറിയൻ കഴിഞ്ഞതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിലെ വല്യമ്മയുണ്ട്. ആൾ നമുക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. അതുപോലെ ഫ്രീന അവരൊക്കെ വന്ന് പിള്ളേരെ കളിപ്പിക്കുമായിരുന്നു. വല്യമ്മ ഈവനിങ് ടൈമിൽ ഇവർ നടന്നു തുടങ്ങിയ പ്രായത്തിൽ കുറേ നേരം വല്യമ്മ ഈവനിങ് ടൈമിൽ ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോകാറുണ്ട്. ഇപ്പോൾ കുറച്ചതൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവരെ പുറത്തേക്ക് ഇറക്കിയാൽ പിന്നെ തിരിച്ച് കയറ്റാനാണ് പാട്. പിന്നെ നമ്മൾ അവരായിട്ടൊരു യുദ്ധം തന്നെ നടത്തേണ്ടി വരും തിരിച്ചിങ്ങോട്ട് കയറ്റണമെങ്കിൽ. ഇപ്പം നമ്മുടെ തൊട്ട് നൈബറിൻ്റെ വീടാണ്. ഇപ്പോൾ ഇവരെ ആട്ടിത്തെളിച്ച് അകത്ത് കയറ്റാൻ ആൻറ്റി വന്നതാണ്. കാലുമുദ്ര പറ്റിയേ ചെരുപ്പിട്ട് നടക്കാൻ ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് പറ്റിയേ എന്നിട്ട് പറ്റിയത് മേനിണ്ടാ ഒഴിഞ്ഞാ ചെരുപ്പിട്ട് നടക്കാമ്പോ പറഞ്ഞാ. ഇപ്പോൾ കൂടെ നടക്കാം. വാ ജോക്കട്ട് ഇങ്ങോട്ട് കിടന്ന് നമ്മ കയറ്റടയ്ക്കാൻ പോവാ. അതിന് നമ്മ കയറ്റടയ്ക്കാൻ പോവാ. ചുണ്ടും വാ. വേണം ഇങ്ങോട്ട് വാ. വേണം അവിടെ നിന്നൊരു വണ്ടി നിൽക്കുന്നുണ്ട്. ആ വണ്ടിയിൽ കയറി പോകാൻ തയ്യാറായിട്ട് ആൾ നിൽക്കണേ. ഓട്ടോ അനുമോള് കാലുമ്മ കല്ല് കുത്തിയെന്നും പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവനെ പിടിക്കാൻ പോയപ്പോൾ ഇവൻ ആ കിട്ടിയ ഗ്യാപ്പിൽ ഇറങ്ങി പുറത്തേക്ക് ഓടി വെല്ലുമ്മയുടെ വീട്ടിൽ കയറി. വീഴാ നമ്മളുടെ കാലം വന്നിട്ടാ മുള്ളുത്തിയാ കൊതു കടിക്കണ്ട. എന്നിട്ട് എൻ്റെ മുള്ള കാലുമേ അകത്ത് കയറി എടുക്കാൻ പറഞ്ഞുള്ള വാശി തുടങ്ങി. റോട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിള്ളേരെ ഫുൾ ടൈം അകത്ത് അടച്ചിടുന്നേക്കാളും ഈ TV ഒക്കെ വെച്ച് കൊടുക്കണേക്കാട്ടിലും ഏറ്റവും നല്ലത് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടത്തേക്ക്. ഇപ്പോൾ ഇരുട്ടായി. ഇപ്പോൾ അവരകത്ത് കയറി അകത്തുനിന്ന് ബഹളങ്ങൾ കേൾക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇന്നിങ്ങനെ പോയി കിട്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.